എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാളത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തു. അതായത് ജ്ഞാനപീഠത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 3 സാഹിത്യകാരന്മാരെ കുറിച്ചും ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള എന്നീ 3 പേരെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 പേരെ കുറിച്ച് പഠിച്ചു അല്ലെ. ജി ശങ്കരക്കുറുപ്പ് 1965 ജ്ഞാനപീഠം നേടിയത്. SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപ്പിള്ള 1984. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നോക്കാം. ഇനി അടുത്തത് ആരാണ്? MT വാസുദേവൻ നായരാണ്. 1995 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കൃതികൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? തകഴി ശിവശങ്കരപ്പിള്ള മുതൽ നമുക്ക് എന്താണ് തരുന്നത്? സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പൊ കൃതികളൊന്നും പഠിക്കേണ്ട. 1995 ആർക്ക് ലഭിക്കുന്നത്? MT വാസുദേവൻ നായർക്ക് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, 1995. ഇനി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുഴുവനായിട്ടുള്ള പേര്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ജനനം കൂടല്ലൂരാണ്. ഓക്കെ, കൂടല്ലൂരാണ്. പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് ആര് ജനിക്കുന്നത്? MT വാസുദേവൻ നായർ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിശേഷണങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്, കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്, ഇതെല്ലാം ആരാണ്? MT വാസുദേവൻ നായരാണ്. കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. കണ്ണാന്തളി പൂക്കളുടെ കാലമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അപ്പം നമ്മൾ മറ്റുള്ള ആത്മകഥകൾ ഉടനെ തന്നെ കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കോഡൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ പുരസ്കാരങ്ങൾ 1985 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2-ാം മൂഴം എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ നമ്മളിവിടെ കൃതികൾ ഏതും എടുത്ത് പറയുന്നില്ല. നമ്മൾ പറഞ്ഞു കോഡ് ഉപയോഗിച്ചിട്ട് കൃതികൾ ഉടനെ തന്നെ വീഡിയോ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ വ്യക്തികളുടെ അല്ലെങ്കിൽ ചെയ്യാത്ത എഴുത്തുകാരുടെ കൃതികൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് പുരസ്കാരം ലഭിച്ച എന്ന കൃതി ഓർത്തിരിക്കുക. 1985 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2-ാം മൂഴത്തിന്. 1993 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം. ദെൻ 2005 വള്ളത്തോൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതെന്താണ്? സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോൾ വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതികൾ എന്തായാലും ഓർത്തിരിക്കുക. കാരണം എന്താണ്? ബാക്കി വള്ളത്തോളും എഴുത്തച്ഛൻ പുരസ്കാരവും പത്മഭൂഷണം എല്ലാം ലഭിച്ചിരിക്കുന്നത് എന്താണ്? സമഗ്ര സംഭാവനയ്ക്കാണ്. ഇവിടെ പഠിച്ചിരിക്കുക 1985 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2-ാം മൂഴത്തിനും. 1993 ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? വാനപ്രസ്ഥം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. 2005 വള്ളത്തോൾ അവാർഡ് സമഗ്ര സംഭാവനയ്ക്ക്. 2011 എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക്. 2005 എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995 ഓർത്തിരിക്കുക. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം. ജനനം എവിടെയാണ്? കൂടല്ലൂരാണ്. അതുകൊണ്ട് തന്നെ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. നിളയുടെ കഥാകാരൻ കേരള ഹെമിംഗ്വേ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. അവാർഡുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് എത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ONV കുറുപ്പാണ്. ഓക്കെ, ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന വർഷം ഓർത്തിരിക്കുക. 2007 ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന എപ്പോഴാണ്? ONV കുറുപ്പിന് 2007 ലഭിക്കുന്നത്. ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പ് എന്നുള്ളതാണ് ONV കുറുപ്പിന്റെ പൂർണ്ണനാമം. ഓക്കെ, ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പ്, അതാണ് ONV കുറുപ്പ്. ജനനം, അദ്ദേഹത്തിന്റെ ജനനം 1931 ചവറ, കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആര് ജനിക്കുന്നത്? ONV കുറുപ്പ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്
പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ആത്മകഥ എന്താണ്? പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ ഞാനിവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞു അല്ലെ, കൃതികളൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ പറയാം. ആത്മകഥകളുടെ കോഡ് നമ്മൾ അപ്പം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഗ്നിശലഭങ്ങളാണ്. അഗ്നിശലഭങ്ങൾ. 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അക്ഷരം. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അക്ഷരം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഏതാണ്? അഗ്നിശലഭങ്ങളാണ്. ദെൻ 1982 വയലാർ അവാർഡ്. 1982 വയലാർ അവാർഡ് ലഭിച്ചിട്ട് ഉപ്പ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഓക്കെ, വയലാർ അവാർഡ് ഉപ്പ് എന്ന് പറയുന്ന കൃതിക്കാണ്. ദെൻ 1990 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മൃഗയ എന്ന് പറയുന്നതിന്. ഓക്കെ, മൃഗയ്ക്കാണ് 1990 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ദെൻ 2006 വള്ളത്തോൾ പുരസ്കാരവും 2007 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. ഓക്കെ, 2006 വള്ളത്തോൾ, 2007 എഴുത്തച്ഛൻ പുരസ്കാരം. ദെൻ 2011 പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ONV കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. 2007 ONV കുറുപ്പിന് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ജനനം 1931 ചവറ, കൊല്ലം ജില്ലയിൽ. ആത്മകഥ പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ഓക്കെ, 1971 കേരള സാഹിത്യ അക്കാദമി നേടിക്കൊടുത്ത കൃതി ഏതാണ്? അഗ്നിശലഭങ്ങൾ. 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതി ഏതാണ്? അക്ഷരമാണ്. 1982 വയലാർ അവാർഡ് ലഭിച്ചത് ഉപ്പ് എന്ന് പറയുന്ന കൃതിക്കാണ്. 1990 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് മൃഗയ്ക്കാണ്. 2006 വള്ളത്തോൾ പുരസ്കാരം, 2007 എഴുത്തച്ഛൻ പുരസ്കാരം, 2011 പത്മഭൂഷൺ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ത് നേടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വർഷം 2019 ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ജനനം 1926 പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, 1926 പാലക്കാട് ജില്ലയിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജനിക്കുന്നത്. 1971 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബലിദർശനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൃതികളുടെ വീഡിയോ ചെയ്യാം. 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതിയാണ് ബലിദർശനം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ 1973 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദെൻ 1973 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1997 വള്ളത്തോൾ പുരസ്കാരം, 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2009 മൂർത്തി ദേവി പുരസ്കാരം, 2012 വയലാർ അവാർഡ്, 2017 പത്മശ്രീ. ഇത്രയും പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആത്മകഥയൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആത്മകഥ പഠിക്കാനില്ല. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 55ാമത് ജ്ഞാനപീഠം ലഭിക്കുന്ന വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജനനം 1926 പാലക്കാട് ജില്ലയിലാണ്. ദെൻ എന്തൊക്കെയാണ് പുരസ്കാരങ്ങൾ? 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബലിദർശനം എന്ന് പറയുന്ന കൃതിക്ക്. ദെൻ 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 73 തന്നെയാണ് എന്ത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 97 വള്ളത്തോൾ പുരസ്കാരം, 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2009 മൂർത്തി ദേവി പുരസ്കാരം, 2012 എന്താണ്? വയലാർ അവാർഡ്, 2017 പത്മശ്രീ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 വ്യക്തികളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.